ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന പോർക്ക് ഫ്രൈ ആണ്. ഇത് നന്നായിട്ട് കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയൊരു പോർക്ക് ഫ്രൈ ആണ്. ഇത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണം നോക്കാം. ഞാൻ എടുത്തിരിക്കുന്ന 1 കിലോ പോർക്കാണ്. ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇടാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. ഇത് മിനിമം 2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഞാൻ സാധാരണ ഓവർനൈറ്റ് ഫ്രിഡ്ജിലാണ് വെക്കാറ്. ഓവർനൈറ്റ് ഒരു ഈവനിങ് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞിട്ട് രാവിലെ നമുക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇത് മിനിമം 2 മണിക്കൂറെങ്കിലും പുറത്ത് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. എന്നാലും ഉപ്പും എല്ലാം നന്നായിട്ട് പിടിക്കുകയുള്ളൂ. നമുക്ക് പോർക്കിന് വേണ്ട വെളുത്തുള്ളി ഇഞ്ചി എടുക്കാം. പന്നിക്ക് ഇഞ്ചി കൂടുതലെടുക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദഹിക്കാൻ പാടുള്ള ഇറച്ചിയാണ്. അപ്പോൾ ജിഞ്ചർ കൂടുതലെടുക്കുന്നത് നല്ലതാണ്. ഇത് നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കാം. ഇപ്പോൾ ഓൾറെഡി അരച്ച ജിഞ്ചർ ഗാർലിക് ആണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചേർത്താൽ മതി. നമുക്കിനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോർക്ക് വേവിക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ട് തിരുമ്മി അടച്ചു വെച്ച് മീഡിയം ടെമ്പറേച്ചറിൽ വേവിക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ഇതിൽ വിനാഗിരി ഒഴിക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനെഗർ ആണ് ചേർക്കുന്നത്. ഇത് വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ അത് ഇറച്ചി സോഫ്റ്റ് ആകാനൊക്കെ നല്ലതാണ്. ഞാനിത് കുക്കറിൽ വെക്കാത്തത് ഇവിടുത്തെ ഇറച്ചി പെട്ടെന്ന് വേവുന്നതാണ്. നാട്ടിലൊക്കെ ആണെങ്കിൽ കുക്കറിൽ വെച്ച് 1-2 വിസിൽ അടുപ്പിച്ചാൽ മതി. ഇവിടെ നമ്മളിത് കുക്കറിൽ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാണ്ട് ഉടഞ്ഞു പോകും. കുറച്ചും കൂടി വേവുണ്ട്. ഇതിനി നമുക്ക് ടെമ്പറേച്ചർ മീഡിയത്തിലും താഴത്തോട്ടാക്കിയിട്ട് ഇനി അടച്ചു വെച്ച് കുറച്ച് നേരം കൂടി വേവിക്കാം. ഇനിയിപ്പോൾ ഓൾറെഡി ഇറച്ചി വെന്തെങ്കിൽ ഇനി വെള്ളം വറ്റാനുണ്ടെങ്കിൽ നമുക്കിനി തുറന്ന് വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. പിന്നെ വെന്ത് കഴിഞ്ഞിട്ട് വീണ്ടും അടച്ചു വെച്ച് വെള്ളം അടച്ചു വെക്കരുത്. വെന്ത് കഴിഞ്ഞിട്ട് വീണ്ടും അടച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെന്ത് വല്ലാണ്ട് ഉടഞ്ഞു പോകും. അതുകൊണ്ട് കറക്റ്റ് വേവായി കഴിയുമ്പോൾ പിന്നെ തുറന്ന് വെച്ച് വേഗം വെള്ളം വറ്റിച്ചെടുക്കണം. പന്നിയിറച്ചി നന്നായിട്ട് വെന്തോന്ന് അറിയണമെങ്കിൽ ആദ്യമേ അതിൻ്റെ നെയ്ക്കഷ്ണം മുറിച്ച് നോക്കണം. അത് നല്ല സോഫ്റ്റായിട്ട് മുറിഞ്ഞ് വരണം. പിന്നെ അതിൻ്റെ ഒരു ഇറച്ചി കഷ്ണവും മുറിച്ച് നോക്കണം. അതും നല്ലതായിട്ട് മുറിഞ്ഞു വന്നു കഴിഞ്ഞാൽ വെന്തെന്നുള്ളതാണ്. ഇറച്ചി വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ തീ ഇനി ഓഫ് ചെയ്യാം. ഇതിനി അടച്ചു വെക്കരുത്. ചിലപ്പോൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വെന്ത് പോകും. ഇനി നമുക്ക് ഇറച്ചി വഴറ്റാനുള്ള സാധനങ്ങൾ എടുക്കാം. ഒരു മീഡിയം സൈസ് സവോള നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഒത്തിരി കട്ടി കുറച്ച് അരിയേണ്ട ആവശ്യമില്ല. ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. ഒരു പാത്രം ചൂടായി കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. സവോള വഴറ്റാൻ ഇത്ര എണ്ണയുടെ ആവശ്യമുള്ളൂ. ഇനി കൂടുതൽ നെയ്യ് കൂടുതലുള്ള ഇറച്ചിയാണെങ്കിൽ ആ നെയ്യ് ഒഴിച്ച് നമുക്ക് സവോള വഴറ്റിയാലും മതി. കൂടുതൽ എണ്ണയുടെ ആവശ്യമില്ല. ഇതിന് മീഡിയം ടെമ്പറേച്ചറിൽ നമുക്ക് 2 മിനിറ്റ് വഴറ്റാം. സവോള ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികളെല്ലാം ചേർക്കാം. തീ ഏറ്റവും കുറച്ചിട്ടിട്ട് വേണം പൊടിയെല്ലാം ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ മൂത്ത് പോകും. 1/2 ടേബിൾ സ്പൂൺ, ഇത് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് 1/2 മിനിറ്റ് ചെറുതീയിൽ ഒന്ന് മൂപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇതിനി ചെറു തീയിലിട്ട് 5 മിനിറ്റ് ഇടവിട്ട് ഇളക്കി കൊടുത്താൽ മതി. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അരപ്പ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറു തീയിലിട്ട് വറക്കുന്നതാണ് ഏറ്റവും നല്ലത്. നെയ്യ് കുറവാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. പോർക്ക് ആദ്യമേ വേവിക്കുമ്പോൾ സവോള ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഒത്തിരി സവോള ചേർത്ത് കഴിഞ്ഞാൽ ഗ്രേവി കൂടും. പിന്നെ അത് വറുത്ത് വരുമ്പം ഗ്രേവി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പന്നി ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കുരുമുളക് പൊടി അവസാനം ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഒരു നല്ല മണവും രുചിയും കൂടുതൽ കിട്ടും. ഇതിന് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്കിനി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. എൻ്റെ അമ്മയുടെ കുക്കിംഗ് വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.